ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ അട്രാക്റ്റീവായിട്ട് മാറണമെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്തിന് അട്രാക്റ്റീവായിട്ട് മാറണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടമുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. ഇതിനെ സൈക്കോളജിക്കലി പറയുമ്പം നമുക്ക് അവരോട് അട്രാക്ഷൻ തോന്നിയിട്ട് മാത്രം കാര്യമില്ല, അവർക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നണം. അതിന് നമ്മൾ അട്രാക്റ്റീവായിട്ടിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ തിരിച്ച് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളോട് അട്രാക്ഷൻ തോന്നുന്നില്ല, അവർ നമ്മളെ അട്രാക്റ്റീവായിട്ട് കാണുന്നില്ലെന്ന അർത്ഥം. ഇത് തന്നെ അർത്ഥം. അപ്പോൾ അവർക്ക് അട്രാക്ഷൻ തോന്നണമെങ്കിൽ നമ്മൾ അട്രാക്റ്റീവായിട്ട് മാറേണ്ടതുണ്ട്, മാറിയേ പറ്റത്തുള്ളൂ. നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണോ അത്രത്തോളം ഒരു പെണ്ണ് നമ്മളോട് മിണ്ടുമ്പോൾ നമ്മളോട് അത്രത്തോളം അട്രാക്ഷൻ നമ്മളോട് വേണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആണോ അത്രത്തോളം ലേഡീസ് നമ്മളോട് അട്രാക്റ്റ് ആവും. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾ കാഴ്ചയിൽ നിങ്ങൾ അട്രാക്റ്റീവായിട്ടിരിക്കുന്നത്. രണ്ട്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ അട്രാക്റ്റീവായിട്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യം എടുത്താലും ഓരോന്നിലും രണ്ട് രീതിയിൽ നമുക്ക് അട്രാക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അതായത് കാഴ്ചയിൽ രണ്ട് രീതിയിൽ നമുക്ക് അട്രാക്റ്റീവായിട്ടിരിക്കാം, പെരുമാറ്റത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് അട്രാക്റ്റീവായിട്ടിരിക്കാം. ഇപ്പോൾ കാഴ്ചയിൽ എങ്ങനെ അട്രാക്റ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, കാഴ്ചയിൽ നിങ്ങളുടെ വാല്യൂ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടോ അത്രത്തോളം കാഴ്ചയിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടിരിക്കാം. രണ്ടാമത്തത്, നിങ്ങൾ എത്രത്തോളം മാസ്കുലിനാണോ, നിങ്ങൾ എത്രത്തോളം മാൻലി ആണോ അത്രത്തോളം നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടിരിക്കാം. ഇതേപോലെ തന്നെ പെരുമാറ്റത്തിലും ഈ രണ്ട് കാര്യം തന്നെ. പെരുമാറ്റത്തിൽ നിങ്ങൾ എത്രത്തോളം ഹൈ വാല്യൂ ആയിട്ട് പെരുമാറുന്നു, ഓക്കെ, അത്രത്തോളം നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ നിങ്ങൾ എത്രത്തോളം മാൻലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ഓക്കെ, അത്രത്തോളം നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അല്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്. നിങ്ങളെ ഒരു പെണ്ണ് ഇഷ്ടപ്പെടണമെങ്കിൽ അവൾക്ക് നിങ്ങളെ വാല്യൂ ആയിട്ട് തോന്നണം. അതുപോലെ നിങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ഫീൽ ചെയ്യണം. വാല്യൂ ആയിട്ട് എന്തിന് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പെണ്ണുങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ വിലയുള്ള ആളാണെന്ന് തോന്നിയാലേ നിങ്ങളോട് ഇഷ്ടം വരത്തുള്ളൂ. അവരെക്കാൾ വിലയില്ലാത്തവനാണെന്ന് തോന്നിയ ഇഷ്ടം വരത്തില്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പുറകെ നടക്കുന്ന പയ്യനെ ഇഷ്ടപ്പെടാത്തത്. അവരുടെ പുറകെ നടക്കുന്നത് അവരെക്കാൾ വിലയില്ലാത്തതാണെന്ന് തോന്നും. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ അവരെക്കാൾ ഒത്തിരി സ്റ്റാറ്റസിൽ താഴെയുള്ള ആളുകളെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴും അവളെക്കാളും വില കുറഞ്ഞ ആളിനെ പോലെ തോന്നും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ഫീൽ ചെയ്യണം, നിങ്ങളെ മാസ്കുലിനായിട്ട് ഫീൽ ചെയ്യണം. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ട് എനർജിയാണ്. പെണ്ണുങ്ങൾ ഫെമിനിൻ എനർജി, ആണുങ്ങൾ മാസ്കുലിൻ എനർജി. ഇത് രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഓപ്പോസിറ്റ് തമ്മിൽ അട്രാക്റ്റ് ആകത്തുള്ളൂ. ഫെമിനിയന് മാസ്കുലിനോടെ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഒരു പെണ്ണിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയേ പറ്റുള്ളൂ. നമ്മൾ അവരോട് പെരുമാറുമ്പോൾ മാസ്കുലിനായിട്ട് പെരുമാറിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അട്രാക്ഷൻ പോലും വരത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് അത് ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എങ്ങനെ അട്രാക്റ്റീവായിട്ട് മാറണം എന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങളോട് അറിയണം. കാഴ്ചയിൽ അട്രാക്റ്റ് ആവുന്നതിനെക്കുറിച്ചും ബിഹേവിയറിൽ നിങ്ങൾ അട്രാക്റ്റ് അട്രാക്റ്റീവ് ആവുന്നതിനെക്കുറിച്ച്. ആദ്യം കാഴ്ചയിൽ അട്രാക്റ്റ് ആവുന്നതിനെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രണ്ട് രീതിയിൽ അട്രാക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. ഒന്ന് വാല്യൂ കാണിച്ചുകൊണ്ട്, രണ്ട് നമ്മുടെ മാസ്കുലിൻ എനർജി കാണിച്ചുകൊണ്ട്. വാല്യൂ കാണിച്ചുകൊണ്ട് എങ്ങനെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ലുക്ക് എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. അതായത് കാഴ്ചയിൽ ലുക്കിൽ നിങ്ങൾ എത്രത്തോളം ബെറ്ററായിട്ട് നിൽക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഹൈ വാല്യൂ. ആ ലുക്കിന് താഴെയുള്ള എല്ലാ പെണ്ണുങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടും. ഇനി കാഴ്ചയിലുള്ള വേറൊരു വാല്യൂ, മണി. നിങ്ങളെ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴോ നിങ്ങൾ എത്രത്തോളം റിച്ചായിട്ട് തോന്നുന്നു അത്രത്തോളം നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ തുടക്കത്തിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും. ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പൈസ കൂടിയ നിങ്ങൾ അട്രാക്റ്റീവ് ആവുമെന്നല്ല പറയുന്നത്. ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങളോട് ഒരു പെണ്ണ് കണ്ടിട്ട് നിങ്ങളോട് മിണ്ടിയിട്ടില്ല, നിങ്ങളോട് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ കാഴ്ചയിൽ നിങ്ങളെ കൊള്ളാമോ, തിരഞ്ഞെടുക്കണോ വേണ്ടെന്ന് അവരാലോചിക്കുന്നത്. അപ്പോൾ കാഴ്ചയിൽ നിങ്ങൾ എത്രത്തോളം റിച്ചായിട്ട് തോന്നുന്നു. ഇത് സത്യമാണ്. പെണ്ണുങ്ങൾക്ക് മണി ഒരുപാട് ഇമ്പോർട്ടൻ്റ്, ഓക്കെ. പെണ്ണുങ്ങളുടെ ബ്രെയിന് സൈക്കോളജിക്കലി പരിണമിച്ചത് റിസോഴ്സ് കൂടുതലുള്ള ആളിൻ്റെ കൂടെ പോകാനാണ്. ലോകത്ത് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്നത്, കൂടുതൽ ജീവിക്കാനും കൂടുതലായാലും ജീവിപ്പിക്കാനും കേപ്പബിലിറ്റി ഉള്ള ആണിനാണ് അവർ എവല്യൂഷനറി തന്നെ തിരഞ്ഞെടുക്കുന്നത്, ഓക്കെ. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എത്രത്തോളം റിച്ചാണ്, നിങ്ങളുടെ ഷൂസ് ശ്രദ്ധിക്കും, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഇത് ശ്രദ്ധിക്കും, നിങ്ങളുടെ ഡ്രസ്സിങ് ഇതൊക്കെ ശ്രദ്ധിക്കും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം റിച്ചാണെന്ന് തോന്നുന്നു അത്രത്തോളം നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ റിച്ചായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നോക്കണം. ഇനി അടുത്ത വാല്യൂ ആണ് സോഷ്യൽ പ്രൂഫ്. നിങ്ങളിപ്പോൾ റോഡ് സൈഡ് ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് വെച്ചോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ ഒരു പെണ്ണ് നിങ്ങളെ കാണുന്നു, ഓക്കെ. ആ പെണ്ണ് നിങ്ങളെക്കാൾ കുറച്ചുകൂടെ ലുക്കുണ്ട്, അല്ലെങ്കിൽ ആ പെണ്ണ് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചോ. അതായത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അവളെക്കാളും താഴെയുള്ള ആളായിട്ട് കാണുന്നതെന്ന് അർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ നിങ്ങൾക്കൊരു മാർക്ക് ഇടുകയാണ്. അവളെക്കാളും താഴെയുള്ള മാർക്കായിരിക്കും ഇടുന്നത്. ഒരു 100-ൽ, അതായത് അവളുടെ മാർക്ക് എത്ര ആയാലും അതൊരു 100ആയിട്ട് വയ്ക്കുക, ഓക്കെ. 100-ൽ അവളൊരു 70 ആയിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത്, ഓക്കെ. അപ്പോൾ നമ്മളെ തിരിച്ച് മൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 90-100 വരണം, ഓക്കെ. എന്നാലേ നമ്മളെ തിരിച്ചിങ്ങോട്ട് കൊള്ളാമല്ലോ എന്ന് നോക്കത്തുള്ളൂ. അപ്പോൾ ഇതേ നിങ്ങൾ തന്നെ ആദ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ ഒരു ഭംഗിയുള്ള ഒരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ട് നിൽക്കുന്നതോ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡോ അതാണെങ്കിലും പറ്റും, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പെണ്ണായിട്ട് നല്ലപോലെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ 1-2 പെണ്ണുങ്ങളോട് മിണ്ടിക്കൊണ്ട് നിൽക്കുന്നത്, അങ്ങനെ എന്നാലും നിങ്ങൾക്ക് 100-ൽ 100 മാർക്കും തരും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഭംഗിയുള്ള പെണ്ണുങ്ങൾ ഇവനോട് മിണ്ടുന്നുണ്ടെങ്കിൽ ഇവ ഉറപ്പായിട്ടും അട്രാക്റ്റീവ് ആയിരിക്കും. ഇവ ഉറപ്പായിട്ടും വാല്യൂ ഉള്ള ആളാണെന്ന് ചിന്തിക്കും.
അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അതേ സ്റ്റാൻഡേർഡിലുള്ള ആൾ ഒരു കാര്യം തിരഞ്ഞെടുത്താൽ അപ്പം എനിക്കോ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ ആ പെണ്ണ് ചിന്തിക്കുന്നത്, ഓക്കെ എൻ്റെ അത്ര വാല്യൂ ഉള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ ഇവനോട് മിണ്ടുന്നുണ്ട്, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് മിണ്ടുന്നുണ്ടെങ്കിൽ ഇവ ഉറപ്പായിട്ട് വാല്യബിൾ ആയിട്ടുള്ള ആളാണെന്ന് സബ് കോൺഷ്യസ്ലി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് 100ൽ 100 തരും. ഓക്കെ, അതായത് അവർക്ക് നിങ്ങളോട് നല്ലൊരു അട്രാക്ഷൻ വരും. ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നതിന്, അതായത് ഓൾറെഡി ഗേൾസ് നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, ഇങ്ങനൊരു ഫീൽ കിട്ടിയാൽ അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്ക് കാഴ്ചയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന വാല്യൂ ആണ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനം എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും, എത്രത്തോളം അല്ല അത്രത്തോളം നിങ്ങൾ ലോയർ വാല്യൂ ആയിരിക്കും. അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്കറിയുന്ന ചില പയ്യന്മാരുണ്ട്, അവന്മാർ EMI ഇട്ടായാലും അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം പണയം വെച്ചാലും അവന്മാരെന്ത് ചെയ്യും, പോയി ഒരു ബൈക്ക് എടുക്കും. ഓക്കെ, നല്ല ബൈക്ക് എടുക്കും. ഈ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും അവന്മാരെ തന്നെ ശ്രദ്ധിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പയ്യന്മാർ, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടെന്ന്, വീട് വരെ കൊണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോ എടുത്തോട്ടെ റൈഡിന് കൊണ്ടുപോകാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, ഇപ്പം നമ്മുടെ ഐഫോണുണ്ട് അല്ലെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന ഷൂ ബ്രാൻഡഡാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റിച്ചിൻ്റെ അത് തന്നെ, പക്ഷേ ഇത് മെറ്റീരിയൽസ് എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ട് വരും. ഇപ്പോൾ എന്നോട് ക്ലയൻസൊക്കെ മിണ്ടാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഞാനും അടുത്തുള്ളൊരു വീട്ടിലുള്ളൊരു പെണ്ണുമായിട്ട് തൊട്ടടുത്ത് വാടകയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ വരുമല്ലോ, പുതുതായിട്ട് താമസത്തിന് വരുന്നതോ അല്ലെങ്കിൽ പള്ളിയിലുള്ളതോ അങ്ങനെയായിട്ട് പെണ്ണുങ്ങളോടൊക്കെ മിണ്ടുമ്പോൾ അവരുടെ അമ്മമാരും എന്നോട് മിണ്ടാറുണ്ട്. അങ്ങനെ തുടക്കത്തിൽ എന്നോട് മിണ്ടിയപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പരിചയത്തിൽ മിണ്ടുന്നേ ഉള്ളായിരുന്നു. ഒരു ദിവസം വഴിയിൽ വെച്ച് ഞാൻ കാറിൽ വന്നപ്പം അവരെ കണ്ടപ്പോൾ ഞാൻ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പം എനിക്ക് കാറുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവർക്കെന്തോ അപ്പനായാലും അമ്മയ്ക്കായാലും അവൾക്കായാലും എന്നോട് പിന്നെ എന്നെ ഇനിഷ്യേറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയാണെങ്കിൽ എന്നോട് കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു മര്യാദ തന്ന് സംസാരിക്കുന്നുണ്ട്, മുമ്പത്തേനേക്കാളും ഒരു പരിഗണന തരുന്നുണ്ട്, ഒരു ചെറിയൊരു ബേസിക് റെസ്പെക്റ്റൊക്കെ തന്ന് സംസാരിക്കുന്നുണ്ട് കുറച്ചൊക്കെ എന്ന് പറയാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഇപ്പം പയ്യനൊരു വലിയ വീടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പം മിണ്ടുന്ന പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ നോർമലായിട്ടായിരിക്കും മിണ്ടുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ വീട്ടിലാണെന്ന് അറിഞ്ഞതിന് ശേഷം നല്ലൊരിതായിരിക്കും. അപ്പോൾ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഓരോരുത്തരെ. ഓക്കെ, ഇപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വില കൂടിയ സാധനമാണ് മെറ്റീരിയൽസ്, അങ്ങനെയൊന്നും അർത്ഥമില്ല. വിലയില്ലാത്ത സാധനമാണെങ്കിലും മെറ്റീരിയൽസ് പെടും. എങ്ങനെയാണ് പറയുന്നത്, പീപ്പിൾ ആർ സൈക്കോളജിക്കലി അട്രാക്റ്റഡ് ടു ഫീലിംഗ് ഗുഡ് എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് നല്ലൊരു ഫീൽ തരുന്ന സാധനത്തിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നും. ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ പട്ടിയെ നമ്മൾ വളർത്തുന്നുണ്ട്. പട്ടിയെ നമ്മൾ വളർത്താൻ മെയിനായിട്ട് നമ്മൾ കാവലിന് വേണ്ടിയായിരിക്കും പട്ടിയെ വളർത്തുന്നത്. അതേസമയം പൂച്ചയെ നമ്മൾ വളർത്തുന്നതിന് ഒന്നുമില്ല. ഓക്കെ, എലിയെ പിടിക്കാനാണെന്നൊന്നും പറയണ്ട, അല്ലാതെ തന്നെ നമ്മൾ പൂച്ച തടവാനൊക്കെ ഇഷ്ടമാണ്. അതായത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഒരു ഫീലിംഗ് ഗുഡ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിനെ ഇഷ്ടം. അതായത് ഇപ്പോൾ പരിണാമത്തിൻ്റെ കാലം എടുത്താൽ പട്ടിയെ നമ്മൾ മനുഷ്യർ കൂടെ കൂട്ടാൻ തുടങ്ങിയത് ഈ വേട്ടയ്ക്കൊക്കെ ഇത് ചെയ്യാനും പെട്ടെന്ന് നമ്മളോട് ഇണങ്ങുന്നുണ്ട്, വേട്ടയാടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ ഗോത്രങ്ങളൊക്കെ നമ്മൾ അറ്റാക്ക് വന്നാൽ ഈ പട്ടി ഉണർന്നിരുന്നോളും, അത് കുരയ്ക്കും, നമുക്കപ്പോൾ എഴുന്നേക്കാൻ പറ്റും. ഇങ്ങനെ പൂച്ചയെന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാതെ കൂടി ഒരു ഇതുപോലാണ് പറയുന്നത്. അപ്പോൾ പൂച്ചയെ നമ്മൾ കൂടെ കൂട്ടിയത് അതിനെ എടുത്ത് തടവിക്കൊണ്ടിരിക്കാനും, അതായത് ഒരു ഫീലിംഗ് ഉണ്ട്. വേറെ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ചെടി വളർത്തുന്നത് 2 പർപ്പസിന് വേണ്ടി നമ്മൾ ചെടി വളർത്തും. ഒന്നെങ്കിൽ ആ ചെടി നമുക്ക് എന്തെങ്കിലും തരണം. ഓക്കെ, ഒന്നെങ്കിൽ ഔഷധം തരണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും തരണം. ഓക്കെ, ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും നമ്മൾ വേറെ ചെടികൾ വളർത്തും. അതായത് പൂവ് മണം കിട്ടാൻ അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി വളർത്തും. അതല്ല, ഇത് രണ്ടും ഇല്ലാത്തൊരു ചെടി നമ്മൾ വളർത്തത്തില്ല. നമ്മൾ വീടിന് മുറ്റത്തുള്ള പോച്ചയൊക്കെ പറിച്ച് കളയും, കാരണം അതിൽ നിന്ന് ആഹാരവും കിട്ടത്തില്ല, അതുപോലെ അത് കാണാൻ ഭംഗിയുമില്ല. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളയും. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഗുണമുള്ളൊരു സാധനം കിട്ടണം, അല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഗുഡ് തരണം. ഓക്കെ, അതായത് ഒരു പൂച്ച നമ്മൾ വളർത്തുന്നത് അതിനെ തടവുമ്പോൾ പരുവരുപ്പൊന്നുമില്ല, ചൊറി പിടിച്ച പൂച്ചയാണ്, പൂച്ചവർഗ്ഗം മൊത്തം ചൊറി പിടിച്ചത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് നമ്മൾ വളർത്തത്തില്ല. അതിനെ എടുത്ത് വെച്ച് കൈ വെച്ച് തടവുമ്പോഴോ സ്നേഹിക്കുമ്പോഴോ ഒരു ഫീലിംഗ് ഗുഡ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആ ഫീലിംഗ് ഗുഡ് കിട്ടാൻ വേണ്ടി, നമുക്കൊരു നല്ലൊരു അനുഭവം കിട്ടാൻ വേണ്ടി നമ്മളതിനെ വളർത്തും എന്ന് പറയുന്ന പോലെ, ഒരു ഭംഗിയുള്ള പൂവുള്ളൊരു ചെടി അത് നമുക്ക് പയറോ പച്ചക്കറിയോ ഒന്നും തരുന്നില്ല, അതിൽ നിന്ന് നമുക്കൊന്നും തിന്നാനില്ല. ഓക്കെ, മരച്ചീനിയോ അതുപോലെ കിഴങ്ങോ ഒന്നും നമുക്ക് കഴിക്കാനൊന്നുമില്ല. എന്നിട്ട് നമ്മളത് കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഗുഡ് കിട്ടുന്നുണ്ട്, നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ആ ചെടിയെ വളർത്തും. ഓക്കെ, അതിൽ നിന്നൊന്നും കിട്ടാനില്ല, നമ്മൾ വളമൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും, വെറുതെ പോകും. അതായത് നമുക്ക് കണ്ണിന് കാഴ്ച ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അന്ധനാണെങ്കിൽ ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. കണ്ണിന് കാഴ്ച ഉള്ളതുകൊണ്ട് അതിൻ്റെ പൂ കാണാൻ ഭംഗിയുണ്ട്, നമുക്ക് മണക്കാൻ കഴിവുള്ളതുകൊണ്ട് അത് മണത്ത് നോക്കുമ്പോൾ നല്ല മണമുണ്ട്. ഓക്കെ, അതേസമയം ഒരു മണവും ഇല്ലാത്തൊരു പൂവ്, അതായത് ബാഡ് സ്മെല്ലുള്ള വാടയുള്ളൊരു പൂവ്, ഓക്കെ, നാറ്റമുള്ള, ഇതും ഒരു ഭംഗിയില്ലാത്തൊരു പൂവാണെങ്കിൽ അതിൽ നിന്ന് പച്ചക്കറിയും കിട്ടുന്നില്ല, നമുക്ക് ഗുണമുള്ളതൊന്നും കിട്ടുന്നുമില്ല. അതേസമയം അത് കാണാനും കാശിന് കൊള്ളത്തില്ല.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതെടുത്ത് കളയും. അതായത് അതൊരു മെറ്റീരിയൽ. ഓക്കെ, ഇതാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭംഗിയുള്ളത് പൈസ വേണമെന്നില്ല, അതിന് ഭംഗിയുള്ളതുകൊണ്ട് നമുക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നും. ഈ ഫീലിംഗ് ഗുഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നും. അത് ഏത് രീതിയിലുള്ള അട്രാക്ഷനും ആയിരിക്കും. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളാരും അട്ടയെ വളർത്തുന്നില്ല, ഓക്കെ, അല്ലെങ്കിൽ അട്ടയെ പിടിച്ച് നമ്മൾ കളിപ്പിക്കുന്നില്ല. അട്ടയെ നമുക്ക് കണ്ടാലേ വെറുപ്പാണ്. എന്താണെന്ന് വെച്ചാൽ അട്ട നമുക്കൊരു ഗുണവും ഇല്ല. ഓക്കെ, അതായത് പട്ടിയാണ് നമുക്ക് കാവൽ കിടക്കും, പട്ടി നമ്മളോട് നന്ദി കാണിക്കും, ഇങ്ങനെ എല്ലാം പറയാം, എവിടെ പോയാലും കൂടെ വരുമെന്ന്. അട്ടയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അട്ടയെ പിടിച്ച് അടുത്തിരുത്തി തടവി നമുക്കൊരു സന്തോഷം കിട്ടത്തുമില്ല. അതായത് ഇത് നമുക്ക് ആവശ്യമില്ല. ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടണം, എങ്കിലേ നമ്മളൊരു സാധനത്തിന് കൂടെ കൂട്ടത്തുള്ളൂ പണ്ട് മുതലേ. അപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. നമ്മുടെ കയ്യിൽ അട്രാക്റ്റീവായിട്ട് നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതും മെറ്റീരിയലാണ്. മെറ്റീരിയൽ കൂടുതലും ഇപ്പം പൈസ കൂടുതലുള്ള സാധനമായിരിക്കും മെറ്റീരിയലായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഐഫോണുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നല്ല ചെരുപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കുണ്ട്, കാറുണ്ട്. ഇതുപോലെ ഇത് പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള യൂണിക്കായിട്ടുള്ള ഒരു സ്റ്റൈൽ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ആഷിഖ് 2 ആണോ, അങ്ങനെ ഏതോ ഒരു സിനിമയിൽ നായകൻ കയ്യിലൊരു കറുത്ത ഒരു സംഭവം കിട്ടും, ഒരു ചരട് പോലെ. ഓക്കെ, അത് കാണാൻ വലിയ അട്രാക്റ്റീവ്. ആ ചരട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന കാണാൻ മനസ്സിലാവും, അതൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു സാധനം. ഇനി വേറെ പറയാം. ഇപ്പം കൃഷ്ണൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചിലവുമില്ല. അതായത് ഈ പണ്ടത്തെ കാട്ടുവാസികളൊക്കെ ഈ തലയിൽ എന്തെങ്കിലും ഒരു തൂവലെടുത്ത് വയ്ക്കുമല്ലോ. കൃഷ്ണൻ ചെയ്തതെന്ന് പറഞ്ഞാൽ യുണീക്കായിട്ട് ഒരു മയിലിൻ്റെ പീലിയെടുത്ത് നെറ്റിയിൽ വെച്ചു. ഓക്കെ, കൃഷ്ണൻ അട്രാക്റ്റീവായിട്ട് മാറി. അതായത് വേറെ ഒന്നും ചെയ്തില്ല, അതൊരു ഭംഗിയുള്ളൊരു സാധനം തലയിലെടുത്ത് വെച്ച്. അപ്പോൾ എന്തുപറ്റി, കൃഷ്ണൻ്റെ ഭംഗിയോട് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറി. ഇനി വേറെ എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മൾ ഷാജി പാപ്പൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ. ഷാജി പാപ്പൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുണ്ട് മടക്കി കൊടുക്കുമ്പോൾ വേറൊരു കളറും ഉണ്ടാവും. അതായത് ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ അട്രാക്റ്റീവായിട്ട് മാറാൻ പറ്റും. കയ്യിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട്, യൂണീക്കായിട്ടോ, ഇതുവരെ ഇല്ലാത്ത പുതിയൊരു മോഡലായിട്ടോ, അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്ത പുതിയൊരു സ്റ്റൈലായിട്ടോ എന്തെങ്കിലും കാണിച്ച് നമുക്ക് അട്രാക്റ്റീവായിട്ട് മാറാൻ പറ്റും. അപ്പോൾ കയ്യിലുള്ള മെറ്റീരിയൽസ് പൈസ കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ നമുക്ക് ഉള്ളത് വെച്ച് തന്നെ മെറ്റീരിയൽസ് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചോ നമുക്ക് അട്രാക്റ്റീവായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ലുക്കിൽ നിങ്ങളെ കാഴ്ചയിൽ നിങ്ങളെ വാല്യുബിളായിട്ട് കാണിക്കുന്ന ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി കാഴ്ചയിൽ നിങ്ങളെ മാൻലി ആയിട്ട് കാണിക്കണം, നിങ്ങളെ മാസ്കുലിനായിട്ട് കാണിക്കണം. അത് രണ്ടാമത്തെ കാര്യം. മാസ്കുലിനായിട്ട് നിങ്ങൾ എങ്ങനെ അട്രാക്റ്റീവായിട്ടിരിക്കും കാഴ്ചയിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ പേടിച്ച് നിങ്ങൾ കണ്ണെടുക്കുന്നുണ്ടോ, അതോ കോൺഫിഡൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ, അതോ ബബ്ബ അടിച്ച് സംസാരിക്കുവാണോ? നിങ്ങളുടെ നിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ഇരിപ്പെങ്ങനെ, ഇതുപോലെല്ലാം വെച്ചിട്ട് നിങ്ങൾ മാൻലി ആണെന്നോ നിങ്ങൾ കാഴ്ചയിൽ കാണിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ നടക്കുമ്പോൾ, അതായത് ഇരിക്കുമ്പോൾ നിങ്ങൾ കാഴ്ചയിൽ മാൻലി ആയിട്ട് എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഒരിടത്തോട്ട് എൻ്റർ ആവുന്നു, ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ടോ അല്ലെങ്കിൽ അക്ഷയയിലോട്ടോ, അവിടെ ലേഡീസ് കാണും. നടക്കുമ്പോൾ നിങ്ങൾ സ്ലോ ആയിട്ട് നടക്കണം. നിങ്ങൾ സ്പീഡിൽ നടക്കുമ്പോൾ, അതായത് ഒരുപാട് ലാഗ് അടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ലേഡീസിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലി നിങ്ങൾ സ്ലോ ആയിട്ട് നടക്കുമെന്ന് വെച്ചോ. അതായത് നിങ്ങൾ റിലാക്സ് ആയിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ റിലാക്സ് ആയിട്ട് ചെയ്യണം. സംസാരിക്കുമ്പോൾ നിങ്ങൾ റിലാക്സ് ആയിട്ട് സംസാരിക്കണം. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതന്നെ എങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നൊരു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഒരു ടെൻഷനില്ലാതെ കാമായിട്ടെല്ലാം ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾ കാമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. എക്സാമ്പിൾ നിങ്ങൾ ഫോൺ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിട്ടിട്ട് തിരിഞ്ഞപ്പോൾ ചാർജർ ഊരി തറയിൽ വീണു. ഓക്കെ, തറയിൽ വീഴുമ്പോൾ ആളുകൾ പൊതുവെ എന്താണ് ഡെസ്പറേറ്റാണ്. മെജോറിറ്റി ആളുകൾ അയ്യോ ഫോൺ പോയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എടുത്ത് നോക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയൊന്നും പേടിക്കണ്ട. ഫോൺ തറ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാമായിട്ട് നിങ്ങൾ സ്ലീവ് ഒന്ന് പിടിച്ചിടുക, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും എന്തോ പറ്റിയതുപോലെ ചുമ്മാ തട്ടിക്കുടഞ്ഞിട്ട് പയ്യെ വന്ന് ഫോൺ എടുക്കണം. അപ്പം കാണുന്നവർ നോക്കും നിങ്ങൾ എത്രത്തോളം കാമാണെന്ന് മനസ്സിലാവും. കാമായിട്ടിരിക്കുന്നതാണ് കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കാണിക്കുന്നോ അത്രത്തോളം നിങ്ങൾ അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്കുലിൻ ട്രൈറ്റാണ്. നിങ്ങൾ നടക്കുമ്പം സ്ലോ ആയിട്ട് നടക്കണം. അതായത് ടൈം തന്നെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നടക്കണം. ഓക്കെ, ഇതേ സമയം നിങ്ങൾ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾ സ്പീഡിലായിരിക്കും നടക്കുന്നത്. ചിലർക്ക് സ്പീഡിൽ നടക്കുമ്പോഴായിരിക്കും കോൺഫിഡൻസ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഫീമെയിൽ അട്രാക്ഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്ലോ ആയിട്ട് കാമായിട്ട് ഒന്നിനെക്കുറിച്ചും കെയർ ചെയ്യാതെ റിലാക്സ് ആയിട്ട് ഒന്നിലും ടെൻഷനില്ല നിങ്ങൾ നടക്കുന്നെങ്കിൽ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായിട്ട് കാണിക്കും. ഇമോഷണലി സ്റ്റേബിളാണെന്ന് കാണിച്ചാലേ അവർക്ക് നിങ്ങളൊരു ഇത് വരത്തുള്ളൂ.
അട്രാക്ഷൻ വരത്തുള്ളൂ. അതേസമയം ചില ആളുകളുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ റെയിൽവേ ട്രാക്കിലൊക്കെ വന്നിട്ടില്ലേ, ട്രെയിൻ വന്നോ പോയോ എന്നറിയാതെ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുന്ന കാണും. ചിലരൊക്കെ ആണെങ്കിൽ ജീവിതം മൊത്തം ഊമ്പിപ്പോയല്ലോ എന്ന് പറഞ്ഞ് മുഖത്ത് എക്സ്പ്രഷൻ തന്നെ അതായിരിക്കും, ഇതെങ്ങോട്ടായി ജീവിതം പോകുന്നത് എന്നൊക്കെ പറഞ്ഞ്, അതായത് നല്ല ലുക്കായിരിക്കും കാണാൻ. പക്ഷെ അവന്മാരെ കണ്ടാൽ സീരിയസ് ആയിട്ട് പറയാം, തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചൊക്കെ ഇരിക്കും. ഒരുമാതിരി അല്ല ഡിപ്രഷനായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു കുരുവും കാണത്തില്ല അവന്മാരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും കാണത്തില്ല. എന്നാലും അവന്മാരുടെ എക്സ്പ്രഷൻ ഇതൊക്കെ ആയിരിക്കും. ചിലർ വന്നിട്ട് ഒടിഞ്ഞു തൂങ്ങിയ പോലൊക്കെ നിൽക്കും, സ്റ്റേണല്ലാതെ നിൽക്കും. അതായത് അവന്മാരെ കാണുമ്പോൾ തന്നെ വീക്ക്നെസ്, ലേസിനെസ്, അതായത് ദുർബലനായ പോലെ തോന്നും. അത് നിങ്ങളെ മാന്യമായിട്ട് കാണിക്കത്തില്ല. അപ്പോൾ ഒരു ലേഡി നിങ്ങളെ നോക്കുക, ഒരു പെണ്ണ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ വീക്ക്നെസ്സാണ് കാണുന്നത്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫെമിനിൻ എനർജി. അവർ ഫെമിനിൻ എനർജി, നിങ്ങൾ ഫെമിനിൻ എനർജി. അവർക്ക് മാസ്കുലിനോട് അട്രാക്ഷൻ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫെമിനിനായിട്ട് നിന്നിട്ട് അവരെ ഐ കോണ്ടാക്റ്റ് വെച്ചാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല. സോ കാഴ്ചയിൽ നമ്മൾ മാൻലിയായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കാഴ്ചയിൽ എങ്ങനെ അട്രാക്റ്റീവായിട്ട് നിൽക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ബിഹേവിയറിൽ എങ്ങനെ അട്രാക്റ്റീവായിട്ട് നിൽക്കണമെന്ന് പിന്നെ ഒരു ദിവസം പറയാം. അപ്പം ഈ ഐഡിയ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതായത് പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, നമ്മളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മൾ അട്രാക്റ്റീവായിട്ട് മാറും. അതിൽ വലിയ ചിലവൊന്നുമില്ല. ഇതിനുവേണ്ടി 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സൈക്കോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തിരുവനന്തപുരത്ത് ഞാൻ സെയിൽസിന് നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഞാനിങ്ങനെ മുമ്പ് സെയിൽസിന് പോയിട്ടുള്ള ഒരാളെ കണ്ടു. ഓക്കെ, എൻ്റെ അതേ പ്രായത്തിലുള്ള, അന്ന് എനിക്കൊരു 18 വയസ്സ് സമയം. അപ്പോൾ ഞാൻ സംസാരിച്ച് അയാൾ നല്ല കണക്റ്റായി. അതായത് അയാൾക്ക് നല്ല കാണുന്നവരെല്ലാം അറിയാതെ വിശ്വസിക്കുന്ന പോലെ തോന്നുന്നു. ഓക്കെ, എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന ടൈപ്പ് പോലുണ്ട്. അയാൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ചോറൊക്കെ തന്ന്, അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ വിളിക്കും, വീട്ടിൽ വാന്നൊക്കെ പറയും. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അനിയത്തിയുണ്ട്. ഓക്കെ, പക്ഷേ അതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാൾ നല്ല വിശ്വാസമാണ്. ഓക്കെ, ഞാനിവിടെ പിന്നെ മിണ്ടി ഞങ്ങൾ പുറത്തൊക്കെ പോകാൻ തുടങ്ങി, നല്ല കൂട്ടായി. ഞാൻ സെയിൽസിനൊക്കെ പോകുമ്പോൾ അതുവഴി പോകുമ്പോൾ വിളിക്കും, ഞങ്ങൾ രണ്ടുപേരോടെ പോകും, എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരും, ഞാനും ചിലവ് ചെയ്യും. അങ്ങനെ ഞാനും അയാൾ നല്ല കൂട്ടായി. ഓക്കെ, അപ്പോഴും നമ്മളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ അനിയത്തിമാരെ ഒന്നും നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണാനൊന്നും പോകത്തില്ല. അപ്പം ഈ അനിയത്തിയും ഞാനും തമ്മിലും നല്ല കമ്പനി. ഓക്കെ, വീട്ടിലൊക്കെ പോവും, ഇവളും ഞാനും തമ്മിലും നല്ല കമ്പനി. ഞങ്ങളെല്ലാവരോടും എന്നെ കോമഡിയൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും, കളിയാക്കും. എല്ലാവരും ചിലപ്പോൾ അവളും അവനോട് എന്നെ ഊക്കും. കുറച്ച് കഴിഞ്ഞ് ഞാനും അവളോട് സെറ്റ് ചേർന്ന് അവനെ ഊക്കും, ഞാനും അവനും കൂടെ ചേർന്ന് അവളെ ഊക്കും. ഇങ്ങനെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവളോട് അട്രാക്ഷനോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൾക്കാണെങ്കിൽ സ്കൂളിൽ ഒരു ക്രഷുണ്ട്. അവൾ +1 പഠിക്കുന്നത്. സ്കൂളിൽ ഒരു ക്രഷുണ്ട്. +2 പഠിക്കുന്ന ചേട്ടന്. ആ ചേട്ടനെ ഇമ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സൈക്കോളജിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പഠിക്കുന്നതെന്നുള്ള കാര്യം അവൾക്ക് അറിയത്തുമില്ല. ഞാനപ്പോൾ അവളോട് പറഞ്ഞു, നീ കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക, ഇങ്ങനെ എണ്ണ തേച്ച് മുടിയൊക്കെ വയ്ക്കാതെ, മുടി ഒരു ദിവസം ഒന്ന് നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ഉണക്ക മുടിയായിട്ട് വെക്ക്, എണ്ണയൊന്നും തേക്കാതെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലെ ആക്ക്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് മൂക്കുത്തിയുടെ ഒരിതുണ്ട്, ഒരു ഹോളുണ്ട്. ഞാൻ പറഞ്ഞ മൂക്കുത്തി, നല്ലൊരു മൂക്കുത്തി ഇട്, എന്നിട്ട് കൊള്ളാമോ നോക്കുമെന്ന് പറഞ്ഞ്. അവൾ പറഞ്ഞ് ആ ചേട്ടാ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നൊരു ദിവസം അവൾ എന്നെ വിളിച്ച് പറഞ്ഞ്, ആ ചേട്ടാ ഞാനിപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്ത്, പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വേറെ 2-3 പയ്യന്മാരൊക്കെ ഇപ്പോൾ എന്നെ നോക്കി തുടങ്ങി, അങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ക്രഷ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ക്രഷ് ജസ്റ്റൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, എന്നാലും അത്ര നോക്കുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നൊരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അതായത് അവൾ അത്രയും ലുക്കായി. മൂക്കുത്തിയും കൂടി ഇട്ടിട്ട്, ഇപ്പോൾ മൂക്കുത്തി ഇടുന്ന ആണുങ്ങൾക്ക് നല്ലൊരു അട്രാക്ഷൻ വരും. മൂക്കുത്തി ഇട്ടിട്ട് മുടിയും അഴിച്ച്, ഉണങ്ങിയ പോലത്തെ മുടിയോട് അഴിച്ച് നിന്നപ്പോൾ അവളോ അഴകുക. അതായത് ചുരുണ്ട മുടിയൊന്നുമല്ല, ചുരുളാത്ത മുടി അഴിച്ചിങ്ങനെ ഫ്രണ്ടിൽ കൂടി ഇട്ടപ്പോൾ ഞാൻ പോലും ഒരു സെക്കൻഡ് അങ്ങ് നോക്കിപ്പോയി. നോക്കി നിന്നിട്ട് ഞാൻ തന്നെ ഉള്ളിൽ അറിയാതെ പറഞ്ഞു പോയി, എടി മഹാഭാവി, ലോകത്ത് ഇത്രയും പയ്യന്മാരുണ്ടായിട്ട് ഇവൻ്റെ അനിയത്തിയായിട്ട് തന്നെ നീ ജനിച്ചില്ല എന്ന് ഞാൻ അങ്ങനെ അറിയാൻ ചിന്തിച്ചിട്ട് പിന്നെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു, ഇനി ഒരു കാര്യം ചെയ്ത്, അവൻ കുറച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, ചെന്ന് ജസ്റ്റ് അപ്രോച്ച് ചെയ്ത്, ആരും ഇല്ലാത്ത സമയത്ത് അവനും നിന്നോട് തിരിച്ച് അപ്രോച്ച് ചെയ്യാൻ പേടിയില്ലാത്ത പോലെ ഒരു സാഹചര്യത്തിൽ നീ ചെന്ന് മിണ്ട്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവനും നിന്നോട് മിണ്ടാനുണ്ടെങ്കിൽ മിണ്ടട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറി. ഇപ്പോൾ ബസ്സിൽ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിക്കുമോ, ഞാനിപ്പം എന്ത് കാര്യം ചെയ്താലും അതിൽ കോൺഷ്യസ് ആയിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര നേരമുള്ള തീരുമാനം മാറ്റിയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിയത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പോയി, എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അവിടെ പ്രോഡക്റ്റ് കൊടുക്കാതെ തിരിച്ചു വന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് തന്നെ എനിക്ക് സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഞാൻ ബസ്സിലിരുന്ന് ഇങ്ങനെ ആലോചിച്ച്. ഇത്രയും നേരം എനിക്ക് അവളോടൊന്നും തോന്നിയില്ല, പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഒരു ചെറിയ കാര്യത്തിൽ മാറ്റം വരുത്തിയപ്പോൾ തന്നെ അവൾ അട്രാക്റ്റീവായിട്ട് മാറിയെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം.
അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന പ്രായം മുതലേ ഞാൻ നോർമലായിട്ട് തലമുടി വെട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ കലിപ്പാവും, അച്ഛൻ സമ്മതിക്കത്തില്ല. വേണ്ടാത്ത വെട്ടൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അച്ഛൻ തല വെട്ടും. തലയില്ലെങ്കിൽ ക്രഷിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേ അനിയന്മാരൊക്കെ ഒരു +2 ആ ടൈമൊക്കെ കഴിഞ്ഞ് 18 ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാമിയുടെ മക്കൾ പയ്യന്മാർ 2 പേരോട് എൻ്റെ മുടി വെട്ടാൻ പോയപ്പോൾ അവന്മാർ കൂടെ വന്നിട്ട് എന്നെ നിർബന്ധിച്ച് മുള്ളറ്റ് കട്ട് ചെയ്തിട്ട് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ പെണ്ണുങ്ങൾ എന്നെ നോക്കാൻ തുടങ്ങി. മുടിവെട്ടയുടെ നിന്ന് വെളിയിലിറങ്ങി ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് റോഡിനപ്പുറത്തുള്ളൊരു പെണ്ണ് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും അനിയന്മാരും എല്ലാവരും ഇറങ്ങി നിന്നിട്ടും അവിടെ വേറെ പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളായി കോണ്ടാക്റ്റ് വെച്ചപ്പോൾ ഞാനും കോണ്ടാക്റ്റ് വെച്ചു. പിന്നെ ഞാൻ ചിരിച്ച് കാണിച്ച്, അവളും ചിരിച്ച് കാണിച്ച്. ഞാനാണെങ്കിൽ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും നാൾ എനിക്ക് ആകെ അറിയുന്നത് എന്നെക്കാൾ ലുക്കുള്ളൊരു പെണ്ണുങ്ങളെ ഞാൻ പോയി അങ്ങോട്ട് മിണ്ടി കുറച്ച് നാൾ സംസാരിച്ച് സെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ എനിക്കറിയാവൂ. എന്നെക്കാൾ ലുക്കുള്ള പെണ്ണ് എന്നെ ഇങ്ങോട്ട് നോക്കിയത് എനിക്ക് ആദ്യത്തെ അനുഭവമായതുകൊണ്ട് എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാനത് അന്തം വിട്ട് നിൽക്കുക. പോയി മിണ്ടണോ വേണ്ടേ, പോയി മിണ്ടിയാൽ തിരിച്ച് അപ്രോച്ച് ചെയ്താൽ തിരിച്ച് മിണ്ടുമെന്ന് ഉള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. സൈക്കോളജിയൊക്കെ കുറച്ച് അറിയാവുന്നുണ്ട്. ഞാൻ ഇപ്പം മിണ്ടിയാൽ കുഴപ്പമില്ല, പോയി മിണ്ടാനുള്ള സമയമായി, ചിരിച്ച് കാണിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നാലും ഞാനാകെ വണ്ടറായിട്ട് നിൽക്കുക. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇത്രയും നാൾ പെണ്ണുങ്ങൾ അങ്ങോട്ട് മിണ്ടണമായിരുന്നു. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലോ എന്തിലോ ചെറിയൊരു മാറ്റം വരുത്തിയതുള്ളൂ. ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ തന്നെ ഞാൻ അട്രാക്റ്റീവായിട്ട് മാറി. എനിക്കറിയാവുന്ന ചില പയ്യന്മാരൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ചില പയ്യന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ മാതിരി ഫ്രണ്ടിലോട്ട് നല്ല മുടിയൊക്കെ വെട്ടി ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ട് വെച്ചാൽ സൂപ്പറായിരിക്കും. എന്തിനാ ഇത് ഇങ്ങനെ അപ്പാച്ചി വെട്ടി ഇല്ല പണ്ടത്തെ കിളവന്മാരുടെ വെട്ടി എന്തിനാണ് നടക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കും. എനിക്കങ്ങനെ ഒരുപാട് പേരെ അറിയാം. കോളേജ് പഠിക്കുന്ന പയ്യന്മാരെയൊക്കെ എനിക്കറിയാം. അവന്മാർ ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും ലവറൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. ഇല്ലെന്ന് പറയും. ഇവന്മാരുടെ ഹെയർ സ്റ്റൈൽ കാണണം. അതായത് ഏതോ വെട്ടാൻ അറിയാത്തവൻ വെട്ടിവിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കൊള്ളാത്തൊരു ഹെയർ സ്റ്റൈലും കൊണ്ടായിരിക്കും നടക്കുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഇല്ല തെറി സിനിമ ഉണ്ടല്ലോ, വിജയുടെ ഒരു സിനിമ. അതിൽ എമി ജാക്സൺ ടീച്ചറായിട്ട് ഈ വിജയുടെ ഒരു കാര്യം പറയാമല്ലോ, നിങ്ങളെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ കുറച്ച് വെട്ടിയിട്ട് നല്ലൊരു ഷർട്ടൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ഹാൻഡ്സ് ആവത്തില്ലെന്ന് ചോദിക്കത്തില്ലേ. ഇതേപോലെ തന്നെ അവന്മാർ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയാൽ മതിയായിരിക്കും. അവന്മാരുടെ കാര്യത്തിൽ അവന്മാർ അട്രാക്റ്റീവായിട്ട് മാറുമായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ് കാത് കുത്തുന്നത്. +2 കഴിഞ്ഞിട്ട് കാത് കുത്തുമ്പോൾ ഞാൻ കാത് കുത്തിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് മാറി. അങ്ങനെ ഈ മുടി വെട്ടിയ ഇതും കൊണ്ട് ഞാനിപ്പം മുമ്പ് മിണ്ടിയിട്ടുള്ള പെണ്ണുങ്ങളോടൊക്കെ വേണ്ടി അവിടെ മെഡിക്കൽ ഷോപ്പിൽ ഒരു പെണ്ണിനോട് മിണ്ടുമായിരുന്നു. അവിടെ മരുന്ന് വാങ്ങുമ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞു എന്നോട്, ഞാൻ മിണ്ടിക്കൊണ്ടിരുന്ന എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞ് നീ മുടി വെട്ടിയോടാ, ഈ ഹെയർ സ്റ്റൈൽ കൊള്ളാമെന്ന് പറഞ്ഞ് നല്ല ലുക്കായിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ്. മുമ്പൊക്കെയാണെങ്കിൽ അവളുമാരോട് മിണ്ടാൻ പോകുമ്പോൾ എങ്കിട്ടാവത് പോയി തൊലടാ എന്ന് പറഞ്ഞ് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് നമുക്ക് കോംപ്ലൈൻറ്റ് വരുന്നത്. അതായത് ഒരാൾ നമുക്ക് ഇങ്ങോട്ട് കോംപ്ലൈൻറ്റ് വരുന്നെങ്കിൽ അവരത് അട്രാക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്, അവരത് ഇമ്പ്രസ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോഴാണ് നമ്മൾ കോംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഇപ്പം നമ്മളായാലും അങ്ങോട്ട് കോംപ്ലൈൻറ്റ് കൊടുക്കുന്നത് അങ്ങനെ. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ കാര്യത്തിൽ ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയതുള്ളൂ. ഇനി വേറെ ഇപ്പം ഞാനാണെങ്കിൽ ഫിറ്റായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇപ്പോൾ ബോഡി ബിൽഡിങ് ടൈപ്പൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഞാൻ ഷോൾഡറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഈ അര നിക്കർ അതൊന്നും വെളിയിട്ടുണ്ട് പോകത്തില്ല. അര നിക്കർ അതുപോലെ ഈ ഷോൾഡർ മാത്രമുള്ള ബനിയൻ പോലത്തെ, ഷോൾഡർ കാണാൻ പറ്റുന്ന ബനിയൻ പോലത്തെ തുണിയൊന്നും ഞാൻ ഇടത്തില്ല. ഒരു ദിവസം രാത്രി കോട്ടയത്ത് നിന്ന് വീട്ടിൽ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ വേറെ വഴിയേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സ്ലീവ് ഒന്നും ഇല്ലാത്ത ഷോൾഡർ കാണാൻ പറ്റുന്ന പോലത്തെ ഈ ബനിയൻ ടൈപ്പുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ട്, അത്രയും നാൾ ഞാൻ ആ ടൈപ്പ് ഇടത്തില്ലായിരുന്നു. ഞാനത് വീട്ടിൽ മാത്രമേ എടുത്തുള്ളൂ, വീട്ടിനകത്ത് മാത്രമേ എടുത്തുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ എനിക്കെന്തോ കോൺഫിഡൻസ് കുറവായിരുന്നു. ഇടുമ്പോൾ ആളുകൾ എന്തോ വിചാരിക്കും, കൊള്ളാമോ കൊള്ളാത്ത ഫാഷനാണോ ഇങ്ങനെ വെച്ച് ഇടത്തില്ല. അന്ന് പിന്നെ രാത്രിയാണ്, ട്രെയിനാണ്, കുഴപ്പമില്ല വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് എടുത്തിട്ട് ബാക്കി കയ്യിലുള്ള തുണിയെല്ലാം മുഷിഞ്ഞിരിക്കുവാണ്ട് ഇതെടുത്തിട്ടിട്ട് ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ഒരുപാട് പേര് ട്രെയിനിൽ കയറുമ്പോഴും വെളിയിലിറങ്ങുമ്പോഴും പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴും ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ ഇതിടുന്ന ഇത്രയും നല്ലതാണോ. അതായത് എല്ലാവരും ഇപ്പോൾ ഷോൾഡർ കാണുമ്പം ഷോൾഡറിൽ നോക്കും. അതുപോലെ ഇപ്പോൾ ഞാൻ ചാർജർ കുത്തുമ്പോഴൊക്കെ കൈ അനക്കുമ്പോഴൊക്കെ ഈ കൈയുടെ മസിലൊക്കെ ഇങ്ങനെ കയറുമ്പോൾ അതിൽ പെണ്ണുങ്ങൾ നോക്കും. ഞാൻ നോക്കുമ്പോൾ പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഞാനിങ്ങനെ വേറെ എങ്ങോട്ടിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇവർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ആലോചിച്ച്, എടാ ഇത്രയും നല്ല സാധനം വെച്ചിട്ടാണോ ഞാൻ ഇങ്ങനെ നടന്നത് എന്ന് ചിന്തിച്ച്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ദിവസം ആലുവ ബസ്സിൽ നിന്നപ്പോൾ ഇതുപോലെ ഉള്ള ബനിയൻ ഇട്ടുകൊണ്ട് കയറി. ഓക്കെ, ഒരു പെണ്ണാണെങ്കിൽ എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇത് അവളോട് മിണ്ടിയപ്പോൾ നല്ലപോലെ ഇങ്ങോട്ടും മിണ്ടുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ആലോചിച്ച്, ഈ പെണ്ണ് എൻ്റെ അത്ര ലുക്കുള്ള പെണ്ണാണ്. ഞാനിപ്പം ഇതുപോലെ ഉടുപ്പിടാതെ ചെന്നെങ്കിലും എന്നോട് മിണ്ടിയാനെ, നോർമൽ ഉടുപ്പിട്ട് മിണ്ടിയാലും മിണ്ടിയാനെ.
പക്ഷെ ഞാൻ തന്നെ ചെന്ന് അങ്ങോട്ട് മിണ്ടി അപ്രോച്ച് ചെയ്ത് പിന്നെ അവൾ എന്നോട് തിരിച്ച് മിണ്ടി ഇങ്ങോട്ട് ഞാൻ അവിടെ പോവുക, അല്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ടും മിണ്ടി എന്നെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യം തോന്നുന്നത് കുറച്ചുകൂടെ താമസിച്ചായിരിക്കും, കുറേ നേരം മിണ്ടിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ ചെന്ന് മിണ്ടിയപ്പോൾ തന്നെ അവൾ എന്നോട് നല്ലപോലെ മിണ്ടുന്നുണ്ട്. എന്നോട് ഇങ്ങോട്ട് മിണ്ടി. അതുപോലെ അവൾ ചിപ്സ് തിന്നുകൊണ്ടിരുന്നത്, അവൾ ചിപ്സ് തന്ന്, അവളുടെ കുപ്പിയിലെ വെള്ളം തന്ന്, ഒരുപാട് നേരം മിണ്ടി, വാട്സപ്പ് നമ്പർ തന്നതെല്ലാം ഞാൻ ചോദിച്ച് വാങ്ങി. അപ്പോൾ ഞാൻ മിണ്ടുമ്പോഴും ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും അതുപോലെ കുറച്ചുകൂടെ അങ്ങോട്ട് കയറി സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഈ ഒരു ചെറിയ കാര്യത്തിൽ മാറ്റി വരുത്തിയപ്പോൾ ഞാൻ നല്ല അട്രാക്റ്റീവായിട്ട് മാറി. പിന്നെ ഞാൻ അതിനുശേഷം കൂടുതലും ഇതില്ലാത്ത തന്നെ ഇടാൻ നോക്കും. കൂടുതൽ ഞാൻ ഷോൾഡറൊക്കെ കാണിച്ച് തന്നെ നടക്കാൻ നോക്കും. പബ്ലിക്കിൽ പോകുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് അത് ഇടുമ്പോൾ, കാരണം എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ എനിക്ക് അതിടുമ്പം നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ എടുത്തിട്ട് അനാലിസിസ് ചെയ്ത് എൻ്റെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, എൻ്റെ കയ്യിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, ആ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല, അതുകൊണ്ട് അട്രാക്റ്റീവ് അല്ല ഇരിക്കുന്നത്. ഞാൻ കാണിക്കുമ്പോഴും ഞാൻ അട്രാക്റ്റീവായിട്ട് മാറുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ ലേഡീസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതായത് നമ്മളിപ്പം ഡേറ്റിങ്ങിൽ നമ്മൾ പ്രധാനപ്പെട്ട റൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഓപ്പണായിട്ട് കാണിക്കണം. ഇതും മെറ്റീരിയൽസിൽ പെടുന്നത്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സിക്സ് പാക്ക് ഉണ്ട്, മസിലുണ്ട്, ഇതെല്ലാം നിങ്ങൾ വേണേൽ മെറ്റീരിയൽസായിട്ട് പെടുത്തിയിട്ട് നിങ്ങൾക്കത് കാണിക്കാം, നിങ്ങളത് കാണിക്കണം. മാക്സിമം നിങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള സോഴ്സ് ഓപ്പണായിട്ട് വെക്കണം. ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് കട ഉള്ളപ്പോൾ നിങ്ങൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരുപാട് അടുത്ത് നിന്ന് പൈസ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓപ്പണായിട്ട് വെക്കണമെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാനൊരു പേപ്പറും പേന എടുത്തിട്ട് ഞാൻ എഴുതി, പുതിയതൊന്നും അല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് എന്തെല്ലാം കാര്യങ്ങൾ അട്രാക്റ്റീവായിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വാല്യുബിളായിട്ടോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റും. ഞാനൊരു +1 ആയിട്ടുള്ള സമയത്താണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കയ്യിൽ ഞരമ്പൊക്കെ ഉള്ളത് പെണ്ണുങ്ങൾക്ക് അവർക്ക് അട്രാക്ഷനുണ്ട്, അവർ നമ്മുടെ കയ്യിൽ ഞരമ്പുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുമെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായത്. അതുവരെ എനിക്ക് അറിയത്തില്ല. ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ജിമ്മനുണ്ടായിരുന്നു, 1-2 ജിമ്മന്മാരുണ്ടായിരുന്നു. ഇവന്മാർക്ക് നല്ല മസിലൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാർ സ്കൂളിലിരുന്ന് പഞ്ച് പിടിക്കും, ഞാൻ ഒരുപാട് പേരോട് തോക്കും ജയിക്കും. അപ്പോഴീ മസിലൊക്കെ ഉള്ള പയ്യനോട് പെണ്ണുങ്ങളൊക്കെ വന്നിരുന്ന് മിണ്ടും. അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കും, ഓരോരുത്തരുടെ പെരുമാറ്റം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും. എന്തുകൊണ്ട് പെണ്ണുങ്ങൾ ഇവനോട് ഒരുപാട് നേരം മിണ്ടുന്നത്, എന്തുകൊണ്ട് ഇൻ്റർവെൽ വിടുമ്പോൾ പെണ്ണുങ്ങൾ വന്ന് ഇവനോട് മിണ്ടുന്നത്, എന്തുകൊണ്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ ഇവൻ സ്കൂളിലോട്ട് വരുന്നവരെ പെണ്ണുങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, ഇവൻ്റെ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും, ഒരുത്തൻ കരിഷ്മാറ്റിക്കായിട്ട് സംസാരിക്കുന്നത്, ഒരുത്തൻ കരിഷ്മാറ്റിക് അല്ല, ഒരുത്തൻ ബോറിംഗ് ആയിട്ട് സംസാരിക്കുന്നത്, ഒരുത്തൻ കാണാൻ നല്ല ലുക്കുണ്ട്, അവൻ നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന പയ്യനോട് അങ്ങോട്ട് തന്നെ പോയി മിണ്ടവർ. അപ്പോൾ അപ്പോഴേ തന്നെ എനിക്കറിയാം ഇപ്പോൾ കയ്യിൽ നല്ല മസിലൊക്കെ ഉണ്ട്. അപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ മസിലൊക്കെ പിടിച്ചിട്ട് പെണ്ണുങ്ങളിങ്ങനെ തൊട്ട് നോക്കും. അതുപോലെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഞാനും അവിടെ ഉള്ള പയ്യന്മാരൊക്കെ പുഷപ്പൊക്കെ എടുക്കാൻ മത്സരിക്കും, പുള്ളപ്പൊക്കെ എടുക്കാൻ മത്സരിക്കും. ഓക്കെ, ആ പ്രായത്തിൽ എവിടെയെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും കണ്ടാൽ അത് കയറി തൂങ്ങും. അപ്പോഴും പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മസിലൊക്കെ ഉള്ള പയ്യന്മാർ തൂങ്ങുമ്പോൾ അതിൽ തന്നെ നോക്കി നിൽക്കും. അതുപോലെ കൈ നല്ല സൂപ്പറാന്ന് പറയും, ഞരമ്പ് സൂപ്പറാന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ബോഡി ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പം അവന്മാരെ പോലെ ആകാൻ പറ്റും, നല്ലപോലെ പെണ്ണുങ്ങൾ മിണ്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനെന്താ വെച്ചാൽ അന്ന് പോലെ ഞാനും പുഷപ്പൊക്കെ എടുക്കും, വർക്കൗട്ടൊക്കെ ചെയ്യും, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും, 6 പാക്ക് വരാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യും. അപ്പോഴൊരു +1 കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ നല്ല ഞരമ്പുണ്ട്, പക്ഷേ എനിക്ക് അറിയത്തുമില്ലല്ലോ ഈ ഞരമ്പ് ഇത്ര അട്രാക്റ്റീവ് ആണെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഫുൾ സ്ലീവ് ഫുൾ കൈ ഷർട്ട് മാത്രം ഇടും, അതൊരു മുട്ടിന് താഴെ വരെ വയ്ക്കും. ഒരു ദിവസം ഞാനിങ്ങനെ ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഒരു ഉച്ച സമയത്ത് ഞാനിങ്ങനെ അക്ഷയയിൽ നിൽക്കുമ്പോഴേ ഞാനിങ്ങനെ കൈ ചുരുട്ടി നല്ലപോലെ മേളിൽ വെച്ചിരിക്കുക. അപ്പോഴേ എൻ്റെ കയ്യിൽ മൊത്തം ഞരമ്പ് ഇങ്ങനെ നിൽക്കുക, നല്ലപോലെ ഞരമ്പ് നിൽക്കുക. അപ്പോൾ ഈ ആദ്യമായിട്ട് പെണ്ണുങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ, നമ്മളെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമല്ലോ. മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ കയ്യിലോട്ട് നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിങ്ങനെ ഞരമ്പ് നല്ല രീതിയിൽ ഉച്ച സമയത്തൊക്കെ ഞരമ്പ് നല്ലപോലെ ബ്ലഡ് ഓടി നിൽക്കുമായിരിക്കും, ഞരമ്പ് നല്ലപോലെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ ഇടത്ത് നിന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം മിണ്ടുന്ന പെണ്ണുങ്ങളുടെ മുമ്പിലൊക്കെ വെച്ച് ഇങ്ങനെ കൈ ഞരമ്പിങ്ങനെ പിടിക്കുമ്പോൾ അവർ ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കും, ഇതെന്ത് ഞരമ്പാടാ ഇത്, കാണുമ്പോൾ പേടിയാവുന്നു അങ്ങനെ പറയും ചിലർ. സൂപ്പറായിട്ടോ, കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ പറയും. പിന്നെ എനിക്ക് മനസ്സിലായി ഞരമ്പ് അട്രാക്റ്റീവ് ആണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ എഴുതി, ഞാനിപ്പോൾ ഷോൾഡർ കാണുന്ന അട്രാക്റ്റീവാണ്, അതുപോലെ ഞരമ്പുണ്ട് അത് അട്രാക്റ്റീവാണ്, അതുപോലെ ഞാൻ കമ്മലിടുക അത് അട്രാക്റ്റീവാണ്, ഞാൻ മുള്ളറ്റ് കട്ട് ചെയ്യും അത് അട്രാക്റ്റീവാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ള സാധനങ്ങൾ തന്നെ എങ്ങനെ അട്രാക്റ്റീവായിട്ട് കാണിക്കാം, ഉള്ളത് വെച്ച് തന്നെ എങ്ങനെ അട്രാക്റ്റീവായിട്ട് മാറാമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ ചില പയ്യന്മാർ ചിരിക്കത്തില്ല, അതാണ് മെയിൻ വിഷയം. അതായത് പെണ്ണുങ്ങൾ നമ്മുടെ നല്ല സ്മൈലാണെങ്കിൽ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വരും നമ്മളോട് വന്ന് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ നല്ല
അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആളുകളോട് നമ്മൾ നല്ല ചിരിച്ച് കളിച്ചൊക്കെ മിണ്ടുന്നെങ്കിൽ നമ്മൾ നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നും. നമ്മൾ ചിരിക്കാതെ നമ്മൾ ഒട്ടും ചിരിക്കാതിരുന്നാൽ, ഞാൻ പറയുന്നത് ഒട്ടും ചിരിക്കാതിരുന്നാൽ നമ്മളോട് നമ്മൾ കൊള്ളാവുന്ന ആളാണോ കൊള്ളാത്ത ആളാണോ, അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും മിണ്ടുന്ന ടൈപ്പാണോ മിണ്ടാത്ത ടൈപ്പാണോ, അവൻ്റെ ഉള്ളിലെന്തോ ഇങ്ങനൊരു കൺഫ്യൂഷനായിരിക്കും. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ നൈസ് ഗേ ആയിട്ട് തോന്നും, അപ്പോഴും അവർക്ക് ഫെമിനിനായിട്ട് തോന്നും നിങ്ങളെ. ഞാൻ പറയുന്നത്, ഞാനാണെങ്കിൽ ചിരിക്കാത്ത ഒരാളായിരുന്നു. അതായത് മെയിനായിട്ട് ഞാൻ ഈ +1 ടൈമിലൊക്കെ എൻ്റെ പല്ല് നല്ല തള്ളിയിരുന്നത്, ഒരു 10ാം ക്ലാസ് +1 ടൈമിൽ പല്ല് നല്ല തള്ളിയിരുന്നുകൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ചിരിക്കാതിരിക്കാൻ നോക്കും. കാരണം ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് കണ്ട് എന്നോട് താല്പര്യം പോയല്ലോ എന്ന് വെച്ചിട്ട് ഈ പല്ലാണ് എനിക്ക് മെയിൻ തടസ്സമായിട്ട് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ സൈക്കോളജി കുറേ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ കയ്യിൽ എന്ത് കുറവുണ്ടായാലും നമുക്കതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ആർക്കും അതൊരു പ്രശ്നമല്ല. ഇപ്പം ഒട്ടും ലുക്കില്ലാത്ത പയ്യന്മാർ തന്നെ ഒരുപാട് ലുക്കുള്ള പെണ്ണുങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന്മാർക്ക് ഒട്ടും ലുക്കില്ലെന്നുള്ളത് അവന്മാരൊരു കുറവായിട്ട് കാണുന്നില്ല, അത്രയും കോൺഫിഡൻസ് അവന്മാർക്കുണ്ട്. അപ്പോൾ ലേഡീസിന് അതൊരു പ്രശ്നമല്ല എന്നെനിക്ക് മനസ്സിലായി. ഇതറിയാമെങ്കിലും എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ പല്ലൊക്കെ ഏകദേശം നേരെ ആയതിനു ശേഷം ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ചിരിക്കാൻ. അതായത് ഈ വായടച്ച് പഴം വിഴിഞ്ഞ പോലെ നടക്കാതെ, നമ്മളിപ്പോൾ ഒരാളോട് കോൾ ചെയ്ത് സംസാരിക്കുന്നു, നമ്മളിപ്പം കോൾ ചെയ്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പം വേറെ ആൾ ലേഡീസ് നമ്മളെ ശ്രദ്ധിക്കും, നമ്മുടെ ചിരി എങ്ങനെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ചായ വാങ്ങാൻ വേണ്ടി പോയി, ചേട്ടാ ഒരു ചായ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ നല്ല റിലാക്സ് ആയിട്ട് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ചിരിക്കാതെ അല്ല പഴം വിഴുങ്ങിയവനെ പോലെ എപ്പോഴും ഇങ്ങനെ, അതെങ്ങനെ പറയുന്നത്, അണ്ടി പോയ അണ്ണാനെ പോലെ നമ്മുടെ ഫേസ് എപ്പോഴും അങ്ങനെ ആണെങ്കിൽ അവർക്ക് അൺഅട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അതായത് കയ്യിലുള്ള സാധനം തന്നെ നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ മോസ്റ്റ്ലി എപ്പോഴും പോകുമ്പോൾ ഇപ്പം നടന്നു പോകുമ്പോൾ ഏതിൽ ബൈക്ക് കാണുന്നെങ്കിൽ ബൈക്കിൽ നോക്കി ഞാൻ എന്ത് ചെയ്യും, ആ കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ നേരെ വയ്ക്കും. എന്നിട്ട് മുഖത്തൊക്കെ എന്തെങ്കിലും പൊടിയുണ്ടോ നോക്കും ചിരിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് ഞാൻ കണ്ണാടി നോക്കി ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കും. അപ്പം ആരെങ്കിലും ലേഡീസൊക്കെ അവിടെ നിൽപ്പുണ്ടായിരിക്കും, പെണ്ണുങ്ങൾ ആരെങ്കിലും നിൽപ്പുണ്ടായിരിക്കും, അവരൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. അവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. വേറെ ഇപ്പം എന്തെങ്കിലും കോമഡിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ മെട്രോയിലിരിക്കാമെന്ന് വെച്ചോ, തൊട്ടപ്പുറത്ത് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, നമ്മളെന്തെങ്കിലും കോമഡി കണ്ടിട്ട് ചിരിക്കുന്നു, മനസ്സിലായി. ഇപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് എന്തെങ്കിലും കോമഡി കണ്ട് ചിരിക്കുന്നു, അല്ലെങ്കിൽ റീല് കണ്ടുകൊണ്ട് തന്നെ ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പൊട്ടിച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, സ്മൈൽ ഇത്രയേ ഉള്ളൂ. ചുണ്ട് വെച്ച് നമ്മൾ സ്മൈൽ ചെയ്യുമല്ലോ, ഇത് തന്നെ. വേറെ ഇപ്പം നല്ല പാട്ട്, ഇപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് നല്ല പാട്ട് കേട്ടിട്ട് നമ്മൾ ആ പാട്ട് തന്നെ നമ്മൾ പാടുന്നതെന്ന് പറഞ്ഞാൽ ഉറക്കെ പാടുമല്ല, നമ്മളിപ്പോൾ ചുണ്ടനക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് തന്നെ സന്തോഷമായിട്ടിരിക്കുന്നത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല സന്തോഷമായിട്ട് തന്നെ നടക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഡൗൺ ആയിട്ടിരുന്നാൽ അവർക്ക് ഇപ്പം എങ്ങനെയാണ് പറയുന്നത്, ഇപ്പം പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നത് സ്വന്തം വേൾഡിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാണിനെയാണ്. ഓക്കെ, അവൻ്റെ വേൾഡിൽ അവൻ തന്നെ ഹാപ്പി ആണെങ്കിൽ അവൾ ചിന്തിക്കുന്നത് ഇങ്ങനെ, അതായത് ഇപ്പോൾ ഫണ്ണായിട്ട് നല്ല കോമഡിയൊക്കെ പറയുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വേൾഡ് തന്നെ നല്ല ഹാപ്പിയാണ്, എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവൻ നല്ല ഹാപ്പി ആയിട്ട് വയ്ക്കുക എന്നൊരു ഫീൽ അവർക്ക് വരും. ഓക്കെ, ഇവൻ്റെ വേൾഡിൽ നല്ല ഹാപ്പി ആയിട്ട് നന്നായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. ഇവൻ്റെ വേൾഡിൽ എന്നെയും കൂടെ അവൻ കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ എന്നൊരു ഫീൽ കിട്ടും, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ആളാണോ, നിങ്ങൾ ടെൻഷനായിട്ടുള്ള ആളാണോ എന്ന് അറിയാൻ അവർക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതായത് നിങ്ങളെ കാണുമ്പോഴേ, കാഴ്ചയിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പെണ്ണിന് നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ആളാണോ, നിങ്ങളുടെ ജീവിതം ഹാപ്പിയാണോ, നിങ്ങളുടെ ജീവിതം ഇൻഡിപെൻഡൻ്റ് ആണോ, നിങ്ങളുടെ ജീവിതം നല്ല ഇൻട്രസ്റ്റിംഗ് ആണോ എന്നറിയാൻ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പോഴത്തെ എക്സ്പ്രഷൻ, നിങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ സാഡായിട്ട് ഡൗൺ ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ അത് വെച്ചിട്ട് അവർ വിലയിരുത്തുന്നത് നിങ്ങളുടെ ജീവിതം മൊത്തം ഇങ്ങനെ ആയിരിക്കും എന്നായിരിക്കും. നേരെ മറിച്ച് ഉണ്മയിൽ സത്യത്തിൽ നിങ്ങൾ ഇനി ഒരുപാട് സാഡായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതം ഹാപ്പി അല്ലെങ്കിൽ പോലും സത്യത്തിൽ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ചിരിച്ചായിട്ടായിരിക്കുന്നെങ്കിൽ അവർ ചിന്തിക്കും നിങ്ങളുടെ വേൾഡ് നല്ല ഹാപ്പി ആയിട്ടുള്ള വേൾഡാണ്, നിങ്ങളുടെ വേൾഡ് നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ വേൾഡിൽ ഹാപ്പി ആയിട്ടുള്ള ആളാണ്, അവർക്കും ആ വേൾഡിലോട്ട് വരണമെന്ന് അവർ ചിന്തിക്കും. സത്യത്തിൽ നിങ്ങളുടെ വേൾഡ് സന്തോഷം അല്ലെങ്കിൽ പോലും. ഇനി കാഴ്ചയിൽ എങ്ങനെ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് മാറാമെന്ന് പറഞ്ഞുതരാം. ഒരു 2-3 വഴി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കണ്ടുപിടിച്ച 2-3 വഴി. ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ യൂണീക്കായിട്ടിരിക്കുന്നത് തന്നെ. ഇപ്പോൾ യൂണീക്കായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പോൾ കൃഷ്ണൻ അതിനു മുമ്പ് അതുവരെ ആരും വെച്ചിട്ടില്ല അതുപോലെ ഒരു മയിൽപ്പീലി എടുത്ത് തലയിൽ, അതുപോലെ ഒരു സംഭവം വെച്ച ഉടനെ അട്രാക്റ്റീവായിട്ട് മാറി. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു റോസ് പൊട്ട്, ഓക്കെ, ഒരു റോസ് കുറി പോലൊരു സാധനം, അല്ലെങ്കിൽ ഒരു നീല, അല്ലെങ്കിൽ പ്രത്യേക ഒരു കളർ, ഓക്കെ, അതുപോലെ ഒരു പൊട്ട് നിങ്ങളിപ്പോൾ നെറ്റിൽ ഇങ്ങനെ ഇടുമെന്ന് വെച്ചു, ഓക്കെ, ഒരു കുറി പോലെ. ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ അട്രാക്റ്റീവായിട്ട് മാറും. അതായത് നിങ്ങൾക്ക് ചേരുന്നതായിരിക്കണം, അതായത് കുറച്ചുകൂടെ നിങ്ങളുടെ ഭംഗി കൂട്ടുന്നതായിരിക്കണം, വേറെ ആരും ചെയ്യാനും പാടില്ല. അതായത് യൂണീക്കായിട്ട് നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി തരുന്ന കാര്യം. അതായത് പല രീതിയിൽ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാഴ്ചയിൽ ഭംഗിയുള്ളൊരു സാധനം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾ കഴുത്തിലൊരു ചെയിൻ പോലെ ഇട്ടിരിക്കുന്ന ആ ചെയിനിൻ്റെ ചുട്ടി നല്ല തിളങ്ങുന്ന പോലെ, അതുപോലെ വേറെ ആരുടെ കയ്യിലും ഇല്ലാത്തതും പോലെ
നല്ലൊരു കളറാണെന്ന് വെച്ചോ. ഓക്കെ, അതിപ്പം ലോകത്ത് ആരുടെയും കയ്യിലില്ലാത്ത വേണ്ട, നിങ്ങളിപ്പം അതായത് വളരെ യൂണീക്കായിട്ടുള്ളത്, അതായത് ഒരുപാട് പേര് എപ്പോഴും നമുക്ക് ഏത് കടയിൽ നിന്ന് ചെന്ന് വാങ്ങാൻ പറ്റാത്തതും വളരെ റയറായിട്ടുള്ളത് ഒരു, അല്ലെങ്കിൽ അതേ കല്ലുള്ള ഒരു മോതിരം അല്ലെങ്കിൽ മാല ഇതുപോലെ എന്തെങ്കിലും ഉള്ള നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ കാതിലടക്കം. ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കും, നിങ്ങൾ കാതിലൊരു കമ്മൽ കുത്തിയിരിക്കും. ഓക്കെ, അതിൻ്റെ കല്ല് പല രീതിയിൽ തിളങ്ങുന്നതോ അല്ലെങ്കിൽ നല്ല രസമുണ്ട് അത് തിളങ്ങുന്നതാണ്. വെട്ടം അടിക്കുമ്പോൾ അത് പല രീതിയിൽ തിളങ്ങും, അല്ലെങ്കിൽ എല്ലായിടത്തും കിട്ടാത്തൊരു കളറാണെന്ന് വെച്ചോ, അത് നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. ഓരോ ലൈറ്റ് അടിക്കുമ്പോൾ ഓരോ രീതിയിൽ തിളങ്ങുന്നുണ്ട്. ഇപ്പം പണ്ട് നമ്മൾ അമ്മമാരുടെ ഉടുപ്പിൽ നിന്നൊക്കെ മുത്തിളക്കി എടുക്കുമല്ലോ, അത് കളർ അടിക്കുമ്പോൾ പല രീതിയിൽ തിളങ്ങും എന്ന് പറയുന്ന പോലെ ഇതുപോലെ എന്തെങ്കിലും യൂണീക്കായിട്ടുള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ളത്, അതായത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ആയിരിക്കണം അത്. അതായത് കൃഷ്ണന് മയിൽപ്പീലി എങ്ങനെ ഒരു സിഗ്നേച്ചർ ആവുന്നു, കൃഷ്ണൻ്റെ കയ്യിൽ ഇപ്പോൾ ഓടക്കുഴലുണ്ട് അതെങ്ങനെ ഒരു സിഗ്നേച്ചർ ആവുന്നു, അതുപോലെ എന്തെങ്കിലും. ഞാനിപ്പം +1 +2 ഒക്കെ തിരുവനന്തപുരത്താണ് പഠിച്ച ഒരു മഞ്ഞ തുണിയെടുത്ത് ഈ ഷാളിൽ നിന്ന് മുറിച്ചൊരു ചെറിയ പീസാണ് അതെടുത്ത് ഞാൻ ചുമ്മാ നെറ്റിയിൽ ഇങ്ങനെ കെട്ടുമായിരുന്നു. അത് പുറകെ ഇങ്ങനെ കെട്ടി ഒരുമാതിരി ഒരു കെയറും ഇല്ലാതെ കെട്ടി വെക്കുമല്ലോ, വെറുതെ ഇങ്ങനെ കാണാൻ കൊള്ളാത്തപോലെ കെട്ടിക്കുന്ന പോലെ, അതുപോലെ കെട്ടിവെക്കുന്നു ബാക്കിൽ. എന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല രസമായിരിക്കും അതാണ്. അതല്ലേ കാബൂളി വാല സിനിമയ്ക്കകത്തവൻ കെട്ടുമല്ലോ, ഇങ്ങനെ നെറ്റി കൂടെ ഒരു തുണി ഇങ്ങനെ കെട്ടുമല്ലോ ചുമ്മാ, അതുപോലെ. അപ്പോൾ ആ മഞ്ഞ തുണി എനിക്ക് മാത്രമേ ഉള്ളൂ, അതിന് വേറെ ആരും അങ്ങനെ കെട്ടത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ആളുകൾ ഓർത്തിരിക്കുന്നതോ അല്ലെങ്കിൽ അതായത് എന്തോ ഒരു സാധനം നിങ്ങൾക്ക് യൂണീക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനമുണ്ട് ഇതുപോലെ, അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റും, അത് അട്രാക്റ്റീവായിട്ട് മാറാൻ തുടങ്ങും. പിന്നെ ഞാൻ വീണ്ടും പറയാം, ഇത് മെറ്റീരിയൽ വെച്ച് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ വെച്ച് അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയുള്ള സാധനമായിട്ടിരിക്കാൻ നോക്ക്. ഭംഗിയുള്ള സാധനം. പിന്നെ നിങ്ങൾ കോസ്റ്റുള്ള, അതായത് പൈസ കൊടുത്തുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പൈസ കൊടുത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡൽ എന്തെങ്കിലും സാധനം വാങ്ങിയപ്പോൾ വല്ല വാച്ചോ എന്തെങ്കിലും വേറെ ആരുടെയും ഇല്ലാത്ത യൂണീക്കായിട്ടുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതും അട്രാക്റ്റീവ്, അത് നിങ്ങളെ റിച്ചായിട്ടും കാണിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ചിന്തിക്കണം. അതായത് ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് നടക്കുമോ, നിങ്ങൾ ഉള്ളിൽ ചിന്തിക്കുന്നത് നിങ്ങളൊരു ഫ്രണ്ട് സർക്കിളേ ഉള്ളത്, അല്ലെങ്കിൽ ഓഫീസിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ കോളേജിൽ, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അവരൊക്കെ നിങ്ങൾ അട്രാക്റ്റീവായിട്ട് കാണുമോ, അവരൊക്കെ നിങ്ങളോട് കൊള്ളാമെന്ന് പറയുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ അതിൻ്റെ കാര്യം ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ പുറത്ത് നിൽക്കുന്നു, പുറത്ത് വെച്ചൊരാളെ കാണുന്നു, അവർ നിങ്ങളെ നോക്കുമ്പോഴും നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യൂണീക്കായിട്ട് നിങ്ങളെ തോന്നുമോ, മനസ്സിലായി? നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു സാധനം തിളങ്ങുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണീക്കായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ ഹെയർ സ്റ്റൈലോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതുപോലെ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും. ഓക്കെ, അത് പൈസ കൊടുത്തുള്ള സാധനമാണെങ്കിൽ അത് നിങ്ങളെ മെറ്റീരിയലും കാണിക്കും, അതുപോലെ നിങ്ങളെ റിച്ചായിട്ടും കാണിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് നല്ലൊരു അട്രാക്ഷൻ, നിങ്ങളെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങളൊരു പേപ്പറും പേന എടുക്കുക. എന്താണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നത്? ഓക്കെ, ഏത് ഹെയർ സ്റ്റൈലാണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നത്? നിങ്ങൾ ഹെയർ സ്റ്റൈലിൽ എന്ത് മാറ്റം, അതായത് നിങ്ങൾ മാറ്റം വരുത്തണം. ഇപ്പോൾ ഉള്ളത് മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ പലത് ട്രൈ ചെയ്യണം. ഓക്കെ, എന്താണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറ്റുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില പയ്യന്മാരൊക്കെ കാണും, അവന്മാർ മീശ ഒന്ന് ട്രിം ചെയ്ത് കുറച്ചൊന്ന് നേരാക്കി മതിയായിരിക്കും, അവന്മാർ അട്രാക്റ്റീവായിട്ട് മാറുമായിരിക്കും. അല്ലെങ്കിൽ താടിയൊക്കെ തെക്ക് വടക്കിന് ഒരെണ്ണം പാലക്കാട്ടോട്ട് ഒരെണ്ണം തൃശ്ശൂരോട്ടും ഇങ്ങനെ പലതായിട്ട് വളർന്ന് കിടക്കുമായിരിക്കും. അതൊന്ന് വെട്ടി ലെവലാക്കിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള കമ്മൽ അവന്മാർക്ക് ചേരത്തില്ലായിരിക്കും. ഇപ്പോൾ ചിലർക്ക് വളയം കമ്മലായിരിക്കും ചേരുന്നത്, ചിലർക്ക് അല്ലാത്ത കമ്മലായിരിക്കും ചേരുന്നത്. ചിലർ ഇട്ടിരിക്കുന്ന പവർ ഗ്ലാസ് ചേരത്തില്ലായിരിക്കും, അത് വേറൊരു ഷേപ്പാക്കിയാൽ മതിയായിരിക്കും, അവന്മാർ അട്രാക്റ്റീവായിട്ട് മാറും. അവന്മാർ വെച്ചിട്ടിരിക്കുന്ന കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ട് വയ്ക്കുന്നതായിരിക്കും, കുറച്ച് കോസ്റ്റ് ആയാലും കുഴപ്പമില്ല. ആ കണ്ണാടി മാറ്റിയിട്ട് അവന്മാർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയതാണ്, ഏറ്റവും അട്രാക്റ്റീവായിട്ട് അവന്മാർ കാണിക്കുന്ന ഏതാണ് അതിലോട്ടൊന്ന് മാറിയാൽ മതിയായിരിക്കും, അവന്മാർ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആകുമായിരിക്കും. പിന്നെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ടൈപ്പ് ഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇപ്പോൾ കൈയൊക്കെ കാണാൻ പറ്റുന്ന പോലെ, ഷോൾഡർ കാണാൻ പറ്റുന്ന പോലെ ഇടുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. ചിലർ നല്ല ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡ്രസ്സൊക്കെ ആയിരിക്കും അവർക്ക് ചേരുന്നത്. പിന്നെ വേറെ കാര്യം, നിങ്ങൾക്കിപ്പം തടിയുണ്ട് അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത്തിരി തടിയുണ്ട് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ടോ, ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല കൊള്ളാമെന്നുള്ള ഏതോ അതിടും. ഓക്കെ, തടി കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫിറ്റൊന്നും അല്ല കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഫിറ്റായിട്ടിരിക്കണം, അത് ചോയ്സ് അല്ല, അതായേ പറ്റത്തുള്ളൂ. ഒരു അട്രാക്റ്റീവ് മെയിൽ അല്ലെങ്കിൽ ഒരു ആൽഫ മെയിൽ ഉറപ്പായിട്ട് ഫിറ്റായിരിക്കണം. ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടനോട് മിണ്ടിക്കൊണ്ടിരിക്കും. അവൻ പറയുവാണ്, എനിക്ക് ലൈനുണ്ട്, പക്ഷേ അവളിങ്ങനെ ഡ്രസ്സിങ് ഇത് പഴയ ഡ്രസ്സാണെന്നാണ് പറയുന്നത്, ആ ഡ്രസ്സ് കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്, ഇത് അങ്കിൾ ടൈപ്പ് മാമന്മാരിടുന്ന പോലത്തെ ഡ്രസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ചുകൂടെ നിങ്ങളെന്നാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലോട്ട് മാറുക, അവർക്ക് ഇപ്പോഴത്തെ ട്രെൻഡായിരിക്കും ഇഷ്ടം, കുറച്ച് അതിലോട്ട് മാറുമെന്ന് പറയാം. അവർക്കത് ഇഷ്ടമെങ്കിൽ നമ്മൾ കുറച്ച് അഡാപ്റ്റ് ചെയ്യണം. കംപ്ലീറ്റ്ലി നമ്മൾ ക്യാരക്ടർ വിട്ടിട്ട് നമ്മൾ വേറൊരാളായിട്ട് മാറണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ചൊക്കെ അവർക്ക് വിട്ടു കൊടുക്കണം, കുറച്ച് അവരെ നമുക്ക് വിട്ട്, ഇങ്ങനെ ഒരു ബാലൻസിൽ മുന്നോട്ട് പോകണം.
അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു ഡ്രസ്സിൽ കുറച്ച് ചേഞ്ച് വരുത്തണം, അതുപോലെ ഇടുന്ന ചെരുപ്പിൽ കുറച്ച് മാറ്റം വരുത്തണം, അതുപോലെ ഇനി മുതൽ മുടി വെട്ടുമ്പോഴും മൊത്തത്തിൽ മുടി വെട്ടി മുട്ടത്തല പോലെ ആക്കാതെ കുറച്ച് മുടി ഫ്രണ്ടിൽ ചീപ്പി വയ്ക്കാൻ പറ്റുന്ന പോലെ ചീപ്പിട്ട്. ഇപ്പം മോഡേൺ ഹെയർ സ്റ്റൈലൊന്നും ഇഷ്ടമല്ലെങ്കിൽ മുടി വെട്ടിയാലും നല്ലപോലെ ചീപ്പി വയ്ക്കാനുള്ള മുടിയുണ്ട്, ആവശ്യത്തിന് മുടി ഉള്ളതുപോലെ ആക്ക്. കംപ്ലീറ്റ്ലി വെട്ടി ഇങ്ങനെ വെട്ടാതിരിക്കാൻ പറഞ്ഞ്. അപ്പോൾ കാഴ്ചയിൽ നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ആവും. ഓക്കെ, കുറച്ച്, ഇപ്പോൾ ഒരുപാടൊന്നുമല്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അത്രത്തോളം നിങ്ങൾ വാല്യൂ കൂടി വരും. ഇപ്പം വാല്യൂ എന്ന് ഞാൻ പറയുന്നില്ല, ഉള്ള വാല്യൂ നിങ്ങൾക്ക് മാക്സിമം കാണിച്ച് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മുള്ളറ്റ് കട്ട് മാത്രമേ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുള്ളറ്റ് കട്ട് മാത്രം ചെയ്താൽ അത്ര അട്രാക്റ്റ് ആയി. ഒരു 10%, 20% അല്ലെങ്കിൽ 50% കൂടി, അത്രേ കൂടിയിട്ടുള്ളൂ. ഞാനപ്പോൾ എന്ത് ചെയ്ത് എൻ്റെ ഡ്രസ്സിങ് സെൻസ് എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇരുന്നാലാണ് ഏറ്റവും അട്രാക്റ്റീവ്. അതുകൂടെ ചെയ്തു. അപ്പോൾ ഒരു 10% കൂടെ കൂടി 60ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂണിക്കായിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞ മാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭംഗിയുള്ളത് എന്തെങ്കിലും, അപ്പോൾ എന്ത് പറ്റി 10% പിന്നെയും കൂടി അട്രാക്റ്റീവായി, 70% അട്രാക്റ്റീവായി. എന്നിട്ട് വീണ്ടും ഞാൻ ആലോചിക്കും എൻ്റെ കയ്യിലുള്ള കാര്യം എങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് അങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് എങ്ങനെ മാറാം. അപ്പം ഞാൻ വീണ്ടും ഇപ്പം ഹാഫ് കൈയുള്ള ഷർട്ട് ഇടുന്നു, എനിക്കിപ്പോൾ എൻ്റെ ബൈസെപ്സ് കാണാൻ പറ്റും. ഞാനിങ്ങനെ കൈയൊക്കെ അനക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. അപ്പോൾ എന്ത് പറ്റും, കുറച്ചുകൂടെ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ ഒരു 75% അല്ലെങ്കിൽ 80% ഞാൻ ഇപ്പോൾ അട്രാക്റ്റീവാണ്. അതുപോലെ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ സാഡായിട്ടിരിക്കാൻ പാടില്ല, ഞാനിപ്പം ചിരിച്ചൊക്കെ ഇരിക്കണം. അപ്പം ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, റിലാക്സ് ആയിട്ടുള്ള ആളായിട്ട് കാണിക്കണം. ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ എന്തൊക്കെ അട്രാക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ സാഡായിട്ട് ഇങ്ങനെ ഇരുന്നാൽ അവർക്ക് ഇൻട്രസ്റ്റ് വരത്തില്ല. ഞാൻ റിച്ച് ആണെന്ന് തോന്നിയാലും ഇൻട്രസ്റ്റ് വരത്തില്ല, ഒന്നും എന്താണെന്ന് തോന്നിയാലും ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ വേൾഡിൽ ഞാൻ ഹാപ്പി ആണെന്ന് ഞാൻ പ്രൊജക്റ്റ് ചെയ്യണം, ഞാനത് കാണിക്കണം. അതിനുവേണ്ടി ഞാൻ ഹാപ്പി ആയിട്ടുള്ള ആളായിട്ട് എന്നെ തന്നെ കാണിക്കുന്ന രീതിയിൽ കാണിച്ച്. അപ്പോൾ എന്ത് പറ്റി, 80 മാറിയിട്ട് 90% ഞാൻ അട്രാക്റ്റീവായി. അപ്പോൾ 90% ഞാൻ അട്രാക്റ്റീവായി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് എന്തെല്ലാം മാറ്റാൻ പറ്റുമോ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ 100% അട്രാക്റ്റീവായി. ഓക്കെ, 100% അട്രാക്റ്റീവ് ആകുമ്പോൾ എൻ്റെ വാല്യൂലുള്ള എല്ലാവരും എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ 100% അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു വാല്യൂ ഉണ്ടെന്ന് വെച്ചോ, എക്സാമ്പിൾ നിങ്ങൾക്കൊരു 50% വാല്യൂ ഉണ്ടെന്ന് വെച്ചോ, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട്. ഈ 50% വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% വാല്യൂ ഉള്ള എല്ലാ പെണ്ണുങ്ങളും നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണും. ഓക്കെ, കാരണം നിങ്ങളുടെ അതേ ലെവലിലായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം. അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ 100% അട്രാക്റ്റ് ആയിട്ട് നിന്നാൽ ഈ നിങ്ങളുടെ അതേ വാല്യൂലുള്ള എല്ലാ ലേഡീസും നിങ്ങളോട് അട്രാക്റ്റ് ആയിരിക്കും, ചെന്ന് മിണ്ടാൻ പറ്റും. അല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ, ചിരിച്ച് കാണിക്കാം, അല്ലെങ്കിൽ അടുത്തടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പറും പേന എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ മതിയായിരിക്കും, നിങ്ങൾ അട്രാക്റ്റ് ആയിട്ട് മാറുമായിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ തലമുടിയിൽ പുറകോട്ട് വളർന്നിരിക്കുന്ന മുടി ഇങ്ങനെ നമ്മൾ കെട്ടി വയ്ക്കുമല്ലോ, ഒരു കോഴിവാല് പോലെ, അത് ഞാനൊന്ന് കെട്ടി വെച്ച് നോക്കി. എനിക്ക് അട്രാക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ മിണ്ടിക്കൊണ്ടിരുന്ന വേറൊരു പയ്യന് ഇത് പറഞ്ഞു കൊടുത്ത്, നീ ഒന്ന് കെട്ടി നോക്കുമെന്ന് പറഞ്ഞു. അവനും നല്ല അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അവന് മിണ്ടുന്ന പെണ്ണുങ്ങളോടൊക്കെ ആകുമ്പോൾ ചോദിച്ചു, അതുപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ എടുത്തിട്ട്, എന്നിട്ട് ഇങ്ങനെ കൊള്ളാമോ ചോദിച്ചു. അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞ്, ചിലർ കൊള്ളത്തില്ലെന്നും പറഞ്ഞ്. അപ്പോൾ അവന് മനസ്സിലായി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തലമുടി കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലോ എന്തിലോ നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയായിരിക്കും, നിങ്ങൾ അട്രാക്റ്റീവായിട്ട് മാറും. നിങ്ങൾക്കത് അറിയത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങളത് ഒബ്സർവ് ചെയ്യണം. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളിപ്പോൾ എഴുതുക. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ലുക്കുണ്ട്. ഓക്കെ, അത്യാവശ്യം ലുക്കുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്താൽ മതിയായിരിക്കും. അതായത് നിങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇന്ന് മുതൽ നടക്കുമ്പോൾ അതായത് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ നോക്കുവാണ്, നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി നിങ്ങളുടെ കാര്യങ്ങൾ. അതിൽ നിങ്ങൾ തോന്നുവാണ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നടക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ തലയുയർത്തി നടക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ മാറ്റിയിട്ട് കുറച്ചുകൂടെ നിങ്ങൾ ഗൂഗിളിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇത് മാറ്റിയിട്ട് അതുപോലെ ഇരുന്നാൽ മതിയായിരിക്കും. നിങ്ങൾ അട്രാക്റ്റീവായിട്ട് മാറുമായിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ ബാക്കിയെല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം ലുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്യാവശ്യം ലുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വാല്യൂ ഉണ്ടോ അതിന് താഴെയുള്ള ലേഡീസ് എല്ലാം നിങ്ങളെ ഇഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ അട്രാക്റ്റീവ് അല്ലായിരിക്കും, കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലുക്കുണ്ടായിട്ട് നിങ്ങളുടെ അതേ വാല്യൂ ഉള്ള ആളുകളെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, നിങ്ങൾ അട്രാക്റ്റീവായിട്ട് മാറും. നിങ്ങൾ ആ കോൺഫിഡൻസ് എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ അതേ വാല്യൂലുള്ള എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഇല്ല മുഖത്ത് ഭയങ്കര ഗൗരവമായിട്ടിരിക്കും, അല്ലെങ്കിൽ ചിരിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അതിൽ മാത്രമായിരിക്കും നിങ്ങൾ മാറ്റം വരുത്താൻ ബാക്കിയുള്ളത്. അതിലൂടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയി കാണും. ഓക്കെ, അങ്ങനെ അതിലൂടെ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ അതേ വാല്യൂലുള്ള എല്ലാവരെയും ചിലപ്പോൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചെന്ന് മിണ്ടി അവർ തിരിച്ച് മിണ്ടുമായിരിക്കും. ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഇല്ലാത്തത്. അതുകൂടെ വരുത്തിയാൽ നിങ്ങൾ അട്രാക്റ്റീവായിട്ട് മാറി അതിന് താഴെയുള്ള എല്ലാവരും, അതായത് നിങ്ങളുടെ വാല്യൂ ഉള്ളതും നിങ്ങളുടെ വാല്യൂവിന് താഴെയുള്ള എല്ലാവരും ചിലപ്പോൾ നിങ്ങളോട് മിണ്ടുമായിരിക്കും തിരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തിരിച്ച് നോക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ടാറ്റു അടിച്ചാൽ മതിയായിരിക്കും.
എനിക്കറിയുന്ന ചില പയ്യന്മാരുണ്ട്, അവന്മാർ കയ്യിലോ കഴുത്തിലോ ഒരു ടാറ്റു ഉണ്ടായിരിക്കും. ഇതായിരിക്കും അവന്മാർക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്. മിണ്ടുന്ന പെണ്ണുങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ പറയും ആ ചേട്ടനെ കണ്ടോ, ആ ചേട്ടൻ്റെ കയ്യിലെ ടാറ്റു കണ്ടോ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തോ ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമ്മൾ അട്രാക്റ്റീവായിട്ട് മാറും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ആളുകൾ എല്ലാ ടൈപ്പ് ഷർട്ടും പാൻറ്റും ഇടത്തിലായിരിക്കും. അവർക്ക് ചേരുന്ന ഒരു ഡിസൈൻ ടൈപ്പിലുള്ള ഒരു ഷർട്ട് ഉണ്ടായിരിക്കും. ഇതായിരിക്കും അവർ സ്ഥിരമായിട്ട് ഇടുന്നത്. അതിൻ്റെ തന്നെ വേറെ വേറെ ടൈപ്പ് ഷർട്ടുകൾ. ചില ആളുകളുടെ ബൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഫോണിൻ്റെ പൗച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർ ഒരിടത്തും ഇല്ലാത്ത പുതിയൊരു ഡിസൈൻ ആയിരിക്കും അത്. അല്ലെങ്കിൽ അവർ കാർ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്ന കാണണം. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ വെച്ച് തന്നെ, ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തോ, ഉള്ള കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തോ, മിക്സ് ചെയ്തോ, നിങ്ങൾ പുതിയൊരു കാര്യം കഷ്ടപ്പെട്ട് ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും.